അപ്പൊ നമ്മുടെ ലക്ഷ്മി മേനോന്റെ കാര്യമാണ് ഇവിടെ പറയാൻ പോണത്. ലക്ഷ്മി മേനോൻ എന്തിനു വേണ്ടിയാണ് ബാറിൽ പോയത്? അതിനെക്കുറിച്ച് വ്യക്തമായ ഏതെങ്കിലും റിപ്പോർട്ടർ ഏതെങ്കിലും ചാനലിൽ വന്നിട്ടുണ്ടോ? ഈ സിനിമാ നടി ലക്ഷ്മി മേനോൻ മേനോൻ കുട്ടി എന്തിനാണ് ബാറിൽ പോയത്? അതൊരു കാര്യം. പിന്നെ ബാറിൽ പോയിട്ട് അവിടെ അലമ്പുണ്ടാക്കി എന്ന് പറയുന്നുണ്ടല്ലോ. എന്താണ് അലമ്പാടുണ്ടാക്കിയത്? തൊട്ടപ്പുറത്ത് കുടിക്കാൻ ബാറാണല്ലോ, അവിടെ കുടിക്കാനുള്ള ആളുകൾ വരുന്നത്. ഉം. പിന്നെ റൂം എടുത്ത് താമസിക്കാനൊക്കെ ആൾക്കാർ വരും. പക്ഷെ ഈ കുട്ടി പോയത് മദ്യപിക്കാനാണോ ഫ്രണ്ട്സിന്റെ കൂടെ റൂം എടുത്ത്? ശരിയല്ലേ? അപ്പോ ഈ വ്യക്തമായ ഒരു കാര്യം അറിയാതെയാണ് ഇവരെല്ലാവരും ഇതിനെ പിന്നിൽ കൂടെ പോകുന്നത്. അവിടെ ഈ IT ജീവനക്കാരനെ തട്ടിക്കൊണ്ട് പോയിട്ടാണ് ഈ കാര്യങ്ങൾ മുഴുവൻ അവിടെ ഉണ്ടായെന്ന് പറയാന്. IT ജീവനക്കാരനെ തട്ടിക്കൊണ്ട് പോകാൻ ഇവനെന്താ കൊച്ചു കുഞ്ഞങ്ങനാണോ? അതൊരു വ്യാജ പരാതിയാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മനസ്സിലാവണ്ട. പിന്നെ ഇവര് പിന്തുടർന്ന് വന്നു. അങ്ങനെ പിന്തുടരുവരാണെങ്കിൽ തന്നെ ഇവർക്ക് ഉടൻ തന്നെ പോലീസിനെ വിളിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഓക്കെ, ഡോറ് ഓപ്പൺ ചെയ്യാതെ ഡോറിനകത്തിരുന്ന് തന്നെ ലോക്ക് ചെയ്ത് തന്നെ പോലീസിനെ വിളിക്കാം, കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നു. പിന്നെ 2 ലേഡീസിന് ഇത്രയും ധൈര്യം എവിടെ നിന്ന് കിട്ടണം? ഇനിയിപ്പോ അവരുടെ കൂടെ വേറെ ബോയ്സ് ഉണ്ടെങ്കിലും അവർക്ക് ഒരിക്കലും പറ്റില്ല ഇത്. ആ നേരം കൊണ്ട് ചേസ് ചെയ്യുന്ന നേരം കൊണ്ട് ഉടൻ തന്നെ പോലീസിനെ അറിയിക്കാം, കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, ഇതിന്റെ പിന്നില് നിഗൂഢമായ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങളുടെ വലിയ അഭിപ്രായം ഇവിടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, ഇതാണ് ഇവിടെ കൊടുത്ത കാര്യങ്ങൾ. അപ്പൊ ഇതിന്റെ വ്യക്തത ഇതിന്റെ വ്യക്തമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇത് പുള്ളിക്കാരോട് ഒന്ന് ചോദിക്കണം. ഏത് പുള്ളിക്കാരി? ഈ ബാറിൽ ക്യാമറ ഉണ്ടായിരുന്നല്ലോ, ക്യാമറ പരിശോധിക്കാം. ക്യാമറ പരിശോധിച്ചാൽ തന്നെ ഇതിന്റെ കുറെ കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റും. പക്ഷെ ഇവർ സ്ഥിരം വരുന്നൊരു ബാറാവുമ്പോൾ ആ ബാറുകാർ ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും അവരുടെ നീക്കങ്ങൾ. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ വ്യക്തമായൊരു ധാരണ നമുക്ക് ഉണ്ടാവണം. വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതൊരു സിനിമ നടി ആകെ ഒരു സിനിമയിലോ 2 സിനിമയിലോ അങ്ങോട്ട് അഭിനയിച്ചിട്ടുള്ളൂ. പിന്നെ ഇതിലധികം ചാൻസ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോ എനിക്ക് തോന്നുന്നത് ഇതൊരു ട്രാപ്പിന്റെ അടിസ്ഥാനത്തിൽ പോകുന്ന ഒരു കേസാണോ എന്നുള്ളതും കൂടി നമ്മൾ ചിന്തിക്കണം. മനസ്സിലാവണ്ട. അപ്പൊ ലക്ഷ്മി മേനോന്റെ ആ മുൻ ചരിത്രം നമുക്ക് അറിയില്ല. ഇത് ഏത് തരത്തിലുള്ള പുള്ളിയാണെന്നൊന്നും അറിയില്ല. അപ്പൊ അതൊക്കെ പരിശോധിക്കണം. ഇത് എന്തിന്റെ പേരിലുള്ള കേസാണ്? മയക്കുമരുന്നിന്റെ പേരിലുള്ള കേസാണോ? ഇനി പണം തമ്മിലുള്ള ഇടപാടാണോ? വേറെ എന്തെങ്കിലും ഇടപാടാണോ എന്നുള്ളതെല്ലാം നമ്മൾക്ക് വിശദമായി അന്വേഷിക്കണം. അത് പോലീസ് അന്വേഷിക്കണ്ടല്ലോ. അപ്പോ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇതിൽ നമുക്ക് ഇവിടെ അറിയാൻ കഴിഞ്ഞാണത്. പിന്നെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളെ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് കൊടുത്താലാണ് നമുക്ക് ഇതിന്റെ കാര്യങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. നമ്മുടെ വീഡിയോ എങ്ങനെ പോകണമെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. ഓക്കെ, അപ്പോ ഇനി നമുക്ക് ഈ കേസിന്റെ ഇതിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞേക്കണത് IT കാരൻ ഒരു ചെറിയൊരു രീതിയിലുള്ള മദ്യപാനം അവിടെ നടന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് എങ്ങനെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എന്തിന്റെ പേരിലുള്ള തർക്കമാണ്, എന്തിന്റെ പേരിലുള്ള ഒരു ഡീലിംഗ് ആണെന്നുള്ളത് ഒന്നും ഇപ്പൊ പുറത്തു വന്നിട്ടില്ല. മനസ്സിലാവണ്ട. അത് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ഇനി ഇത് കോംപ്രമൈസ് ആവുമെന്നും നമുക്കറിയില്ല. അങ്ങനെ കോംപ്രമൈസ് ആകാതിരിക്കാൻ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം. മനസ്സിലാവണ്ട. നമ്മൾ അന്വേഷിക്കണം, ജനങ്ങളെ അന്വേഷിക്കണം. മനസ്സിലാവണ്ട. ജനങ്ങൾക്ക് കാര്യങ്ങൾ അറിയണം. അത് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ മുഖ്യധാര മാധ്യമങ്ങളിൽ ഈ വാർത്ത വരുമ്പോൾ നിങ്ങൾ അതിനടുത്ത് കമന്റ് ഇടണം. ഇതെന്താണ് കേസ്, ഞങ്ങൾക്ക് ഇത് അറിയണം. അതൊക്കെ അറിഞ്ഞ് അങ്ങനെ ചോദ്യം ചോദിക്കുമ്പോഴാണ് അവർക്ക് ഉത്തരം പറയാതിരിക്കാൻ പറ്റില്ല. ശരിയല്ലേ? അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന നിങ്ങളെല്ലാവരും വീണ്ടും ഞാൻ പറയാണ്, സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായമാണ് കമന്റ്, അത് നിങ്ങൾ ഇവിടെ രേഖപ്പെടുത്തണം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ പറഞ്ഞ കാര്യം മറക്കണ്ട. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.